ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു സിറ്റുവേഷൻ ആൻഡ് ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടിപ്പോൾ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി സ്വയമേ വിചാരിക്കുന്നത് തന്നെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത എന്തോ കാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, മാനസികമായിട്ട് അവർ അത് അംഗീകരിക്കുന്നുണ്ട്. അവരുടെ മനസ്സിനകത്ത് തന്നെ അവർക്കറിയാം നിങ്ങളോട് ചെയ്ത കാര്യം ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇപ്പോൾ നമ്മൾ പലതരത്തിൽ റിലേഷൻഷിപ്പിനകത്ത് സെപ്പറേഷൻ ഉണ്ടാവാറുണ്ട്, ഈഗോ ക്ലാഷസ് ഉണ്ടാവാറുണ്ട്, വാക്ക് തർക്കങ്ങൾ കൊണ്ട് മാറാറുണ്ട്, പല രീതിയിലും സെപ്പറേഷനോ ബ്രേക്കപ്പോ ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ കരുതുന്നത് തന്നെ അവർ നിങ്ങളെ ഏതൊക്കെയോ തരത്തിൽ വഞ്ചിച്ചിട്ട് മാറിപ്പോയി എന്നുള്ള ഒരു രീതിയാണ് അവർ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു നീതി തന്നിട്ടില്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു ജസ്റ്റിസ് തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു മനോഭാവമായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഫീലിങ്സ് അല്ല. ഫീലിങ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ചേഞ്ചസ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അടിക്കടി വേണമെങ്കിൽ ചേഞ്ചസും ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക, ഫീലിങ്സ് അല്ലേ. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് അവരുടെ ഒരു ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു മനോഭാവമാണ്. അപ്പോൾ അവരുടെ മനസ്സിനകത്ത് അവർ കാണുന്നത് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെയോ തരത്തിൽ നിങ്ങളെ ചതിച്ച് മാറിപ്പോയൊരു രീതിയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളോട് അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് അർഹമായിട്ടുള്ളൊരു നീതി അവർ നിങ്ങൾക്ക് തന്നില്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവരായിട്ട് തന്നെ നിങ്ങൾ ഏതൊക്കെയോ തരത്തിൽ ചീറ്റ് ചെയ്ത് മാറിപ്പോയൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു തകർച്ചയിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു തകർച്ചയിൽ ഇവർ തന്നെ ഒരുപാട് വേദനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ ഒരു പേഴ്സണായിട്ട് വരുത്തി വെച്ചതാണെന്ന് അവർ തന്നെ സ്വയമേ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സെപ്പറേഷനിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ തീർത്തും നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു തകർച്ചയിൽ അവർ അത്രത്തോളം വേദനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അല്ലാന്നുണ്ടെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു നഷ്ടബോധമുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു മനോവേദനയോടുകൂടി ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു പേഴ്സൺ ആയിരിക്കും, സാഹചര്യമായിരിക്കാം. എന്താണ് റീസൺ, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലേക്ക് നമ്മളിവിടെ പോയിട്ടില്ല. ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിലുള്ള ഒരു മാനസിക വിഷമം, ബുദ്ധിമുട്ട്, നഷ്ടബോധം എല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും തമ്മിൽ പല കാര്യങ്ങളിലും ഒരുപാട് ഡിഫറൻസ് ഉള്ള പേഴ്സൺസ് തന്നെയായിരിക്കും. അത് ചിലപ്പോൾ പ്രകടമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ രണ്ടുപേരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലീജിയസ് വൈസ് ആയിരിക്കാം, ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കാം, ട്രഡീഷണൽ വാല്യൂസ് ആയിരിക്കാം. പല കാര്യങ്ങൾക്കും ഒരുപാട് അന്തരം ഉണ്ടാവാം രണ്ടുപേരും പരസ്പരം തമ്മിൽ. മാത്രമല്ല ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെയധികം ട്രഡീഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഓർത്തഡോക്സ് ആയിട്ടൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ഫാമിലി വൈസ് ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ നിഷ്കർഷമായിട്ട് പോകുന്ന ഒരു വീട്ടിലെ അംഗമായിരിക്കാം ഈ ഒരു പേഴ്സൺ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു ചട്ടക്കൂടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ട് നിന്നിട്ടുണ്ടാവാം. റിലീജിയസ് ഫാക്ടേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുടുംബപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാനുള്ള ഒരു ചാൻസും വളരെ കൂടുതലാണ്. മാത്രമല്ല ഇവിടെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മളിവിടെ കാണാം, ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ചു പോയതായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവരെ ഒരു ഫ്ലേർട്ടായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചതിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല.
കാരണം ഇപ്പോൾ ചിലവരോടൊക്കെ നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇത് സത്യം തന്നെയാണോ, അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ വാസ്തവമാണോ എന്നുള്ളൊരു ചിന്താഗതി വന്നേക്കാം. പക്ഷേ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ സംശയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. കാരണം വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ പെരുമാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തരത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. 100% വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ധാരണ തന്നെയായിരിക്കാം നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഫാമിലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഫാമിലി തന്നെ ആയിരിക്കാം ഇതിനകത്തൊരു തേർഡ് പാർട്ടി ആയിട്ട് നിലകൊണ്ടിരുന്നത്. ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇവർ തന്നെ മനസ്സിൽ കരുതുന്നത് പോലെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് മാറിപ്പോയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് പാലിക്കാൻ കഴിയാതെ പോയത് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കാം. കാരണം ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ അത്തരത്തിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സണുമായിട്ട് എന്തൊക്കെയോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ സംതിങ് സ്പെഷ്യൽ ആണ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇൻ ദ സെയിം വേ ഈ ഒരു പേഴ്സണും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. എന്തൊക്കെയോ ഒരു പ്രത്യേകത ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട്. ആ ഒരു സോൾമേറ്റ് എനർജി, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രത്തോളമായിട്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. അവരുടെ ആ ഒരു കപ്പ് ഓഫ് ലവ് എന്ന് പറയുന്നത് ഇത്രയും അകന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ അവരുടെ മനസ്സിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു തകർച്ചയിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ഇനി ഇതിനകത്ത് ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ എന്ന് നിങ്ങൾക്ക് പോലും സംശയമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലും അവർ കരുതുന്ന ആ ഒരു തരത്തിലാണ്. അപ്പോൾ വളരെ അവിചാരിതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട് പോയ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ ഒരു പേഴ്സൺ. കരുതുന്ന പോലെ തന്നെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയായിരിക്കാം. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വാനിഷായി പോവാന്ന് പറയുന്നത് പോലെ പോയൊരു പേഴ്സൺ ആയിരിക്കാം. ഒരു ക്ലൂവോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. ആ ഒരു തരത്തിൽ ഫുൾ നിങ്ങളൊരു ഇരുട്ടിലാക്കിയിട്ട് മാറിക്കളഞ്ഞൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം സൈലൻ്റ് ആയിട്ട് പോയൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അതിന് വളരെയധികം റിഗ്രറ്റ് ഉള്ളതായിട്ട് കാണാം. അതായത് അവർ തെറ്റ് ചെയ്തു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്കൊരു നീതി തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു കുറ്റബോധം അല്ലെങ്കിൽ മാനസിക വിഷമവും ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഇവർക്ക് ആ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ഒക്കെ കാണുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിർബന്ധിതമായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യം കൊണ്ട് പോയൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതുകൊണ്ട് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കിയ വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വരാം. പക്ഷേ ഇവിടെ ഇവരുടെ ഒരു ഓവറോൾ എനർജിയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ പോയേണ്ടുന്ന സാഹചര്യത്തിലും ഒരുപാട് വിഷമിച്ച് തന്നെ പോയൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ സൈലൻ്റായിട്ട് അവരുടെ മനസ്സിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ആരോടും അവർ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യവും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഫ്രണ്ട്സോ അങ്ങനെയുള്ള കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നുണ്ടാവില്ല. തീർത്തും അവരുടെ മനസ്സിനകത്ത് മാത്രമാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും മറ്റൊരാൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യമോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ ഒന്നും അവർ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും, അല്ലെങ്കിൽ കാലക്രമേണ ഇതിന് ഒരു മാറ്റം സംഭവിക്കുന്നവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് കാലത്തിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സണായിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നിലേക്ക് വരുന്ന ഒരു എനർജി ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോഴത്തെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനകത്ത് നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ അവർക്ക് തന്നെ അറിയാം അവർ ചെയ്ത കാര്യങ്ങൾ ശരിയായിട്ടില്ല, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകുന്നതാണ്, നിങ്ങളതിനകത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നിട്ടില്ല, നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് മാനസികമായിട്ടൊരു കുറ്റബോധം ഈ ഒരു പേഴ്സൺ ഉണ്ട്. പക്ഷേ എന്നാൽ അതിന് വന്നിട്ട് നിങ്ങളോട് ഒരു അപ്പോളജി പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിനകത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. അവരെല്ലാം ഒരു ഫ്യൂച്ചറിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിലവിലത്തെ എനർജിയിൽ അവർ പ്രയത്നിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു റീഡിങ്ങിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ടോട്ടാലിറ്റി എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അതായത് ഒരു ഞാണിന്മേൽ കളി അല്ലെങ്കിൽ കൈവിട്ട കളി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ലൈഫിൽ അവർക്ക് തന്നെ പല കാര്യങ്ങളിലും ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അത് കാണിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു പോകേണ്ടുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്.
അത് അവരുടെ ഫാമിലിയോ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കരിയറോ എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഒരു അറ്റൻഷനും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു എനർജിയൊക്കെ അവിടെ കൊടുക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. ഒരു അശ്രദ്ധമായിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അവിടെ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പല ദുരനുഭവങ്ങളും ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ ആ ഒരു തരത്തിലാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒന്നിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവർ നോക്കി നടത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും വളരെ പക്വമായിട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നേരത്തെയുള്ള ഒരു എനർജിയിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. എല്ലാം വളരെ കെയർലെസ് ആയിട്ട് കാണുന്ന, അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു രീതിയിലല്ല, അവർ വളരെ മെച്ചുവറായിട്ട് കാര്യങ്ങൾ കാണാനും പ്രവർത്തിക്കാനും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ആലോചിച്ച് മാത്രം ചെയ്യുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളിവിടെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അവർ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടാവാം. എല്ലാ കാര്യങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു ശ്രദ്ധ അവർ കൊടുക്കുന്നുണ്ടാവാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു എനർജിയാണ്. ഇനി ആ ഒരു ടേണിങ് ഇൻ എന്നുള്ളൊരു ഇമേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, വളരെ ശാന്തമായിട്ടുള്ള ഒരു മുഖത്തോടു കൂടി, ഒരു ശാന്തമായിട്ടുള്ള പുഞ്ചിരിയോടുകൂടി ഒരു ലേഡി കണ്ണടച്ചിരിക്കുന്ന ഒരു ഇമേജാണ്. പക്ഷേ അവരുടെ മനസ്സിനകത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിന്തകൾ അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തകളിലൊക്കെ പെട്ട് അവർ ഹോണ്ട് ചെയ്ത പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്കിൽ കൂടിയും പുറമെ അത് കാണിക്കുന്നില്ല, വളരെ ശാന്തമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ തന്നെ ആയിരിക്കും, അവരുടെ മനസ്സിനകത്ത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾസ്, ഇതൊന്നും മറ്റാർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ആ ഒരു റിഗ്രറ്റ് ഉണ്ടെന്നുള്ളത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും മാനസികമായിട്ട് ഈ ഒരു പേഴ്സണെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ അത് അവരൊന്നും ആരോടും ഷെയർ ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സങ്കടങ്ങൾ അവർ ഉള്ളിൽ ഒതുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് എനർജി എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഫേസ് മാസ്ക് ഇട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു പേഴ്സൺ എന്തായിരുന്നോ റിയൽ ആയിട്ട് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു റിയൽ എനർജി എന്താണോ അത് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നില്ല, മറ്റൊരു വേഷം കെട്ടി നടക്കുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പേഴ്സൺ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഫാമിലിക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അതായത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഇതൊന്നും ആരെയും അറിയിക്കാതെ അവർ തന്നെ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഹാപ്പിയാണ് എന്ന് കാണിക്കുന്നുണ്ടാവും. അവരുടെ യഥാർത്ഥ ആ ഒരു ഫീലിങ്സ് മറച്ചു വെച്ച് സന്തോഷമായിരിക്കും അവർ പൊതുവേ പ്രറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിലാവാം. ആ ഒരു തരത്തിലാണ് അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയതെങ്കിൽ തീർച്ചയായിട്ടും അവരോടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സുകൊണ്ട് ദേഷ്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും അവരോട് കാണിക്കുന്നുണ്ടാവില്ല. ആ ഒരു അവസ്ഥയും കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു പേഴ്സൺ എല്ലാവരുടെ മുൻപിലും ഒരു മറ്റൊരു വ്യക്തിയായിട്ട് തന്നെ മാറിയിരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇവർക്ക് നിങ്ങളോട് വിഷമവും സങ്കടവും നഷ്ടപ്പെട്ടതിലുള്ള വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടൊന്നും നമ്മളിവിടെ കാണാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ ആ ഒരു ഏഞ്ചൽസ് മെസ്സേജസും കൂടി എടുത്തിട്ടുണ്ട്. ഏഞ്ചൽസ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നോട്ട് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ്. അതായത് ഇത് നിങ്ങൾക്കുള്ള റൈറ്റ് ടൈം അല്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അതിന് ആപ്റ്റായിട്ടുള്ള സമയം ഇതല്ല എന്നുള്ള ഒരു സൂചനയാണ്. അതുപോലെ തന്നെ ആ ഒരു ട്രസ്റ്റ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ ഒരു ഇഫ് യു ബിലീവ് എന്നുള്ളൊരു എനർജിയും കൂടി ചേർത്ത് പറയേണ്ടതായിട്ട് വരും. കാരണം ഈ ഒരു ട്രസ്റ്റ് എന്നുള്ള എനർജി എന്ന് പറയുന്നത് അത് ആ ഒരു നമ്മളുടെ ഒരു വിശ്വാസമാണ്. ആ ഒരു ഇഫ് യു ബിലീവ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ചിന്ത എന്താണോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസം എന്താണോ ആ ഒരു രീതിയിലാണ് ഇതിനകത്ത് കാര്യങ്ങൾ വരിക എന്നുള്ള ഒരു കാര്യം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലവർ അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു ചീറ്റിംഗ് കിട്ടിയ ശേഷം പതിയെ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചവരുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ചതിച്ചു, ഇനി എനിക്ക് ഇതിനകത്ത് വേണ്ട എന്ന് വിചാരിച്ച് പോകുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്ത് തന്നെ പോവുക. ഇനി വേറെ ചിലരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഈ ഒരു പേഴ്സൺ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് ആ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ വേണം, അല്ലെങ്കിൽ അവരോടൊപ്പം ഉള്ള ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിൻ്റേതായിട്ടുള്ള കർമ്മ കിട്ടണേ എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിശ്വാസം എന്താണോ അത് ഇതിനകത്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിരുന്ന അത്രയും സത്യസന്ധമായിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു നീതി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം വരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിശ്വാസം പോലെ കാര്യങ്ങൾ നടക്കാനായിട്ട് ഉള്ള സമയം എന്ന് പറയുന്നത് ഇതല്ല, അതിനായിട്ട് കുറച്ച് കാത്തിരിക്കൂ എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ മൂവിങ് ഓണിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയണം. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് മൂവ് ഓൺ ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പുറത്ത് കിടക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ നിൽക്കണോ അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി പോകണോ, ഇതെല്ലാം നമ്മളുടെ ചോയ്സാണ്. ആരും നമ്മളെ അതിനകത്ത് പിടിച്ച് നിർബന്ധിച്ച് നിർത്തുന്നില്ല. അപ്പോൾ നമുക്കതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു റീസൺ കാണും. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സെയിം പാറ്റേണിലുള്ള കാര്യങ്ങൾ അനുഭവിച്ച് മടുത്തത് കൊണ്ടായിരിക്കാം, പല റീസണും ഉണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും ഇതുപോലെ പുറത്തേക്ക് കിടക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു തോട്ട് മാത്രമല്ല, നമ്മളുടെ മനസ്സും കൂടി അതിന് പാകമായി കഴിയുമ്പോൾ മാത്രമേ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ചിന്തിച്ച് പുറത്തേക്ക് കിടക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാതെ അതിനകത്ത് തന്നെ വന്ന് വീണ്ടും പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അല്ല, ചിലവർക്കാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ അത്രയും ഉറച്ചു നിൽക്കുന്ന വ്യക്തികളുണ്ട്, ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനെ തന്നെ അത്രയും വിശ്വസിക്കുന്ന വ്യക്തികളുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം പോലെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് തീർച്ചയായിട്ടും നമ്മൾ റീഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു റീഡിങ്ങിലൂടെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എനർജി അതിനകത്തേക്ക് കൊടുക്കുക. ചിലരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും തനിയെ വന്നു ചേരുമെന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലൊക്കെ നഷ്ടപ്പെടുത്തി കളയേണ്ടെന്ന് വിചാരിക്കുന്നവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു എനർജി എന്ന് പറയുന്നത് സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലൊന്നും കൂടുതൽ ബോധേഡാവുന്നില്ല. യൂണിവേഴ്സ് എല്ലാം കൊണ്ടുവന്ന് തരട്ടെ, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി എനിക്ക് വേണ്ടി ഞാൻ പോകുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് വിചാരിക്കുന്ന വ്യക്തികൾ വീണ്ടും വീണ്ടും റീഡിങ്സ് കാണാതിരിക്കുക. അങ്ങനെ കാണുമ്പോഴും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഒരു പേഴ്സണെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഒരിക്കലും അതിനകത്തൊന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കാതെയും വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ചോയ്സാണ് മുന്നോട്ട് പോകണോ, അവസാനിപ്പിക്കണോ, കാത്തിരിക്കണോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു തീരുമാനം എടുക്കുക. അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും മാറ്റം കടന്നു വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കമൻസിലൂടെയൊക്കെ കാണുന്നതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കാരണം റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ സ്റ്റക്നെസ് അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സൺ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചീറ്റിംഗ് എഫക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചവരുടെ ഒരു റീഡിങ്ങും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് കുറ്റബോധവും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു വിഷമവും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാം. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവർ ഇത്രയും വിഷമിച്ചിട്ടും നിങ്ങളിൽ നിന്ന് അകന്ന് പോയത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ പേഴ്സണൽ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആൻഡ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.